എന്തായിരുന്നു അവിടെ പണി? ആ എനിക്കറിയില്ലടി. എന്നെ അവിടെ വെറുതെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. അങ്ങോരിങ്ങനെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു എന്നെ. ഞാൻ അവിടെ ഇരുന്ന് വെട്ടി വേർക്കുകയായിരുന്നു. ഓ, പറഞ്ഞു വിട്ടപ്പോഴെനിക്കൊരു ആശ്വാസമായി. എന്ത്? വെറുതെ പിടിച്ചിരുത്തേ? ആടി, എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു വർക്കും തന്നില്ല. എന്നോട് അവിടെ വെറുതെ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങോട്ട് എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്തു. വേറെ വേറെ ഒന്നും അവിടെ നടന്നില്ല. ഇങ്ങോട്ട് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എനിക്കതാ മനസ്സിലാവാത്തേ. സംതിങ് ഫിഷി. എടി, ഞാൻ ഇറങ്ങാട്ടോ. നീ വരുന്നില്ലേ? ഇല്ലടി, എൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ. നീ പൊക്കോ. സമയം 7:30ആയി. ഇനി ഞാൻ എപ്പോൾ വീട്ടിൽ പോവാനാ? കുറച്ചുകൂടെ ഉള്ളു കൂപ്പ്. നോക്കട്ടെ. ഇതാരാ ഈ നേരത്തെ ഓഫീസിൽ? വൈശാലി? വൈശാലി, വൈശാലി, എഴുന്നേക്ക്. സർ, താനെന്ത് ഇവിടെ കിടന്നുറങ്ങുന്നേ? വീട്ടിൽ പോയില്ലേ? അത് സർ, വർക്ക് പെൻഡിങ് ഉണ്ടായത് ചെയ്ത് തീർക്കുകയായിരുന്നു. കഴിഞ്ഞപ്പോൾ ക്ഷീണം കാരണം അറിയാതെ ഉറങ്ങിപ്പോയതാ. ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിലോ? താ എഴുന്നേക്ക്, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. 5 minutes later. സർ, നമ്മളെന്താ ഇവിടെ? ഐ നോ യു ആർ സ്റ്റേയിങ് അലോൺ. പിന്നെ താൻ ഇത്രയും നേരം വൈകിയ സ്ഥിതിക്ക് വീട്ടിൽ പോയിട്ട് തനിക്കൊന്നും ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണമൊന്ന് പുറത്തുനിന്നാവാം. താൻ വാ. എന്താ സർ നോക്കുന്നേ? യു ആർ സച്ച് എ മെസ്സി ഈറ്റർ. സോറി സർ. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. താൻ തനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഫുഡ് കഴിച്ചോ. ഐ ജസ്റ്റ് സെഡ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അപ്പം ചിരിക്കാനും അറിയാം അല്ലേ? ചോദിക്കാൻ വിട്ടുപോയി, തൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സ്വന്തമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റമോളായിരുന്നു. അപ്പ ഞാൻ 10th പഠിക്കുമ്പോഴേ പോയി. പിന്നെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. അതുകൊണ്ട് അപ്പ പോയി പിന്നെ അമ്മ മെൻ്റലി ആകെ ഡൗണായി. അപ്പോൾ തൊട്ട് പിന്നാലെ ഞാൻ +1 പഠിക്കുമ്പോൾ അമ്മയും പോയി. ആൻഡ് ദ ഫണ്ണി പാർട്ട് വാസ്, ഞാൻ +1 പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റായിട്ട് ഇങ്ങനെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴാണ് ഒരു ടീച്ചർ വന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്മ പോയിന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം നമ്മുടെ ഈ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊക്കെ പോയിട്ട് നമ്മൾ ഈ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി. പിന്നൊന്നും പറയണ്ട. കുറച്ച് നാൾ ഞാൻ ചെറിയമ്മയുടെയും ചെറിയച്ഛൻ്റെയും കൂടെയായിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ ഞാൻ ദേ ഇങ്ങോട്ട് പോന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ. ഓ, സോറി ഡോ, എനിക്കറിയില്ലായിരുന്നു. താൻ ഫുഡ് കഴിക്കാൻ നോക്ക്. അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഐ ആം ടോട്ടലി ഫൈൻ. Good night, sir, and thank you. Good night.
അല്ലടി, ഞാൻ നമ്മുടെ HR-ൻ്റെ കയ്യിൽ ആരുടെയോ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കണ്ടു. ഇവിടെ ആരുടെ കല്യാണ? ഓ അതോ, അത് നമ്മുടെ സാറിൻ്റെ അടി. പുള്ളിക്കാരൻ്റെ ഫിയാൻസി ഇല്ലേ, ആള് കൊടുത്തതാ. ആളിവിടെ എവിടേക്കോ നടപ്പുണ്ടായിരുന്നു. മേ ബി നമുക്കും ഇൻവിറ്റേഷൻ കിട്ടുമായിരിക്കും. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതെയോ? ആടി. ആ ദേവനുണ്ട് പുള്ളിക്കാരത്തി. ഹായ് ഗായ്സ്, നിങ്ങളുടെ പേരെന്താ? ഞാൻ മിയ, ഇത് വൈശാലി. ഓ നൈസ് നെയിംസ്. എനിവേസ് ഗായ്സ്, എൻ്റെയും നിങ്ങളുടെ സാറിൻ്റെയും കല്യാണമാണ്, അറിയാലോ. ഈ വരുന്ന 27th രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. ദേ ഇൻവിറ്റേഷൻ. ഓ ഷുവറായിട്ടും. ഡേ, നിനക്ക് എന്തോ പറ്റി? കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? ഇല്ലടി, ഒന്നുമില്ല. ദേ, നിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറി എനിക്ക് മനസ്സിലാവും. നീ ഇങ്ങ് വന്നേ. ഇനി പറ, എന്താ കാര്യം? ഒന്നുമില്ല, അത് ഞാൻ പറഞ്ഞില്ലേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കരയുന്നേ? എടി, നീ ഇതാരോടും പറയരുത്. നീ ഇവിടെ വന്നതിന് ശേഷം നിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ഞാനല്ലേ, അതുകൊണ്ട് പ്രോമിസ് ഞാൻ ആരോടും പറയില്ല. നീ പറ. അത് എനിക്ക് പറട്ടെ. നിനക്ക് എനിക്ക് അറിഞ്ഞൂടാ. ദേ, ഒറ്റ കുത്തു വെച്ചരിഞ്ഞ് മനസ്സൊക്കെ പറ പെണ്ണേ. എവിടെയോ അത് എനിക്ക് നമ്മുടെ സാറിന് എനിക്കറിയില്ല. Don't tell me that you have a crush on him. എനിക്കതാ പറഞ്ഞ് അറിഞ്ഞൂടാ. അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടവും പിന്നെ എന്നോടുള്ള ആ സംസാരത്തിൻ്റെ രീതിയും അതൊക്കെ ഓർത്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടടി. പിന്നെ നീ തന്നെ പറഞ്ഞില്ലേ സംതിങ് ഫിഷ് ചെയ്യുന്നു. എടി, ഒരു കാര്യമില്ലാണ്ടാ എന്നെ 1 മണിക്കൂറോടെ പിടിച്ചിരുത്തിയേ. അത് എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു, വേറെ ഒരു പണിയും ചെയ്യാണ്ട്. അതൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ആ എൻഗേജ്മെൻറ്റ് സാറിൻ്റെ കഴിഞ്ഞാണെന്ന് അറിഞ്ഞ അപ്പം തൊട്ട് എന്തോ ഒരു വിങ്ങലടി മനസ്സിൽ. ഇപ്പോൾ ആ കല്യാണക്കുറി കൂടി കിട്ടിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതോടാണ് ഞാൻ കരഞ്ഞ്. എനിക്ക് അറിഞ്ഞൂടാ. പോട്ടെടി, സാരമില്ല. പിന്നെ ശരിയാ, എനിക്കും ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് മേ ബി ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ ആണെങ്കിലോ, ജസ്റ്റ് ഒരു അട്രാക്ഷൻ, അതിന് പുറമെ ഒന്നുമില്ലെങ്കിലോ. പിന്നെ നീയും ഷുവർ അല്ലല്ലോ നിൻ്റെ ഫീലിങ്സിനെ പറ്റി. പിന്നെ നമുക്ക് എടി, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അതുകൊണ്ട് നീ ഇത് പോയി തുറന്നു പറയാനൊക്കെ നിന്നിട്ട് വെറുതെ നാണം കെടാൻ നിൽക്കണ്ട. അറിയാലോ നിനക്ക് ആളുടെ സ്വഭാവം. പൊട്ടിത്തെറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിനക്കത് മനസ്സിൽ നിന്ന് പോകാൻ ഒരുപാട് നാളെടുക്കും. നീ വേദനിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നീ തുറന്നു പറയാനും നിൽക്കണ്ട. ഇത് മനസ്സിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. സാരമില്ല, നമുക്കത് ശരിയാക്കാം. അല്ലെങ്കിലും ഞാനിത് തുറന്നു പറയാനൊന്നും പോകുന്നില്ലടി. എനിക്ക് തന്നെ എൻ്റെ ഫീലിങ്സിനെ പറ്റി ഒരു ബോധ്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് തുറന്നു പറയാനാ? പിന്നെ എനിക്കതിനുള്ള ധൈര്യമില്ലടി. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആള് എന്നെ ഇങ്ങോട്ട് വന്ന് പറയട്ടെ. അല്ലാത്ത പക്ഷം ഞാനൊന്നും ചെയ്യില്ല. നീ വാ, നമുക്ക് പോവാം.